إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസിയ്യത്ത് നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട്, ഫദ്ല് കൊണ്ട് നമ്മൾ ഇന്നലത്തോടുകൂടി പുണ്യ റമളാൻ പൂർത്തിയാക്കി. ഇന്നു മുതൽ നമ്മൾ മറ്റൊരു മാസത്തിലാണ്. ഒരു മാസ കാലഘട്ടത്തിലെ നോമ്പിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കൂ. ഈ ഒരു മാസം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുക്കൽ നിന്നും പോയി മറഞ്ഞു. വളരെ എളുപ്പത്തിൽ അത് കഴിഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രവചിച്ച കാര്യമാണ്. അവസാന നാളാകുമ്പോൾ കാലഘട്ടങ്ങൾ പരസ്പരം അടുക്കുമെന്നുള്ളത്, അതായത് പെട്ടെന്ന് സമയങ്ങൾ കഴിഞ്ഞു പോകുമെന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും തന്നെ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊണ്ട് ഇബാദത്തുകളിൽ മുന്നേറി. പകലിൽ നോമ്പെടുത്തു, രാത്രിയിൽ തറാവീഹ് നിസ്കരിച്ചു, അതുപോലെ തന്നെ ജുമുഅയും ജമാഅത്ത് നിസ്കാരങ്ങളും കൃത്യമായിരുന്നു. അൽഹംദുലില്ലാ, റവാത്തിബ് നിസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, അതിലുപരി സ്വതക്കകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റു ചില അമലുകളും ഉണ്ടായിരുന്നു. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. അൽഹംദുലില്ലാ. ഒരു മുഅ്മിന് ഒരു മാസത്തിൽ മാത്രമാണോ ഇത് ആവശ്യമുള്ളത്? അല്ല എന്നുള്ളതാണ് ആദ്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തൗബയാണ്. ആദ്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും തന്നെ, നമുക്കെല്ലാവർക്കും തന്നെ കുറവുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യണം, അള്ളാഹുലേക്ക് മടങ്ങണം എന്നുള്ളതാണ്. നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി കൊണ്ട് പിന്നീട് പറയുന്ന ദിക്ർ ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് ശേഷം നമ്മോട് കൽപ്പിച്ചത് എന്താണ്? നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിൽ നിന്ന് വന്നുപോയ കുറവുകൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറയിലെ 25-ാമത്തെ വചനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. വഹുവല്ലദീ, അവനെങ്ങനെയുള്ളവനാണ്? യഖ്ബലു തൗബത അൻ ഇബാദി, തന്റെ അടിമകളിൽ നിന്നും തൗബയെ സ്വീകരിക്കുന്നവനാണ്. വയഅഫു അനിസ് സയ്യിആത്ത്, പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ്, വിട്ടുകൊടുക്കുന്നവനാണ്. വയഅലമു മാ തഫ്അലൂൻ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ചെയ്യുന്നത് അല്ലാഹു കൃത്യമായി അറിയുന്നവനുമാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള റബ്ബ്, നമ്മുടെ പാപങ്ങൾ അറിഞ്ഞ റബ്ബ്, നമ്മുടെ തിന്മകൾ അറിഞ്ഞ റബ്ബ് നമുക്ക് പുറത്തു നൽകും തൗബ ചെയ്താൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തൗബയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പ്രവാചകരെ പറയുക, യാ ഇബാദിയല്ലദീൻ, അടിമകളെ, എന്റെ അടിമകളെ, അല്ലദീന, എങ്ങനെയുള്ളവരാണ്? അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം കാണിച്ചവർ, തിന്മകൾ ചെയ്തവർ, നന്മകളിൽ കുറവ് വരുത്തിയവർ, ഫർദിന്റെ സമയത്ത്, വാജിബാത്തിന്റെ സമയത്ത് അത് പൂർത്തീകരിക്കാത്ത അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശയുണ്ടാകരുതേ, നിങ്ങൾക്ക് നിരാശ ഉണ്ടാകരുതേ, നിരാശരാകാൻ പാടില്ല. ഒരു മുഅ്മിന് നിരാശ ഉണ്ടാകാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നവനാകുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ രണ്ട്
അസ്മാ ഉൽ ഹുസ്നയെ കൊണ്ടാണ്. ഏറ്റവും നല്ല 2 നാമങ്ങൾ എന്തെല്ലാമാണത്? അൽ ഗഫൂർ, അങ്ങേറ്റം പൊറുക്കുന്നവൻ, അർ റഹീം, കാരുണ്യവാൻ. ഈ 2 നാമങ്ങളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം സൂറത്തുൽ ഹിജ്റിലെ 99-ാമത്തെ വചനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വഅബ്ദു റബ്ബക, നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക, നീ റബ്ബിനെ ഇബാദത്തുകൾ ചെയ്യുക. ഏതെങ്കിലും ഒരു മാസത്തിലാണ് സഹോദരങ്ങളെ, അല്ലെങ്കിൽ ഒരു വർഷം, അല്ലെങ്കിൽ ഇന്ന വയസ്സ് വരെ, അല്ലെങ്കിൽ ഇത്ര വയസ്സ് മുതൽ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇബാദത്തായി അള്ളാഹുവിന് ഇബാദത്ത് നൽകേണ്ടത്, അള്ളാഹുവിനെ അനുസരിക്കേണ്ടത്, അതല്ലാത്ത സമയങ്ങളിൽ അനുസരിക്കേണ്ടതില്ല എന്നുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞത്. വഅബ്ദു റബ്ബക, നിന്റെ റബ്ബിനെ നീ ആരാധിക്കുക. ഹത്താ യഅതിയകൽ യഖീൻ, നിന്നിലേക്ക് യഖീൻ വന്നെത്തുന്നത് വരെ. എന്താണ് യഖീൻ? അൽ മൗത്ത്. മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. യഖീൻ എന്ന് പറഞ്ഞാൽ മരണം. സഹോദരന്മാരെ, നമ്മുടെ മരണം എത്തുന്നത് വരെ നമ്മൾ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം, നന്മകൾ അധികരിച്ചു കൊണ്ടേയിരിക്കണം. കാരണം ഈ ദുനിയാവെന്നുള്ളത് നമുക്ക് അമലിനുള്ള സമയമാണ്, പ്രവർത്തനത്തിനുള്ള വേളയാണ് നമുക്കുള്ളത്. അവിടെ പരലോകത്ത് ഹിസാബാണുള്ളത്, വിചാരണയാണുള്ളത്. ആ വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്നുള്ളത് എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മളെ ആളുകൾ, നമ്മുടെ സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്താണത്? റമദാൻ മാസം വന്നാലോ വലിയ ഉന്മേഷമായിരിക്കും ചില ആളുകൾക്ക്. റമദാൻ കഴിഞ്ഞാലോ പിന്നെ മസ്ജിദില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ദീനിന്റെ ഒരു വിഷയവുമില്ല. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, അങ്ങനെയുള്ള ജീവിതം കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. അമലുസ്വാലിഹാത്തുകൾ കൃത്യമായി കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും വേണമെന്നുള്ളതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിൽ പഠിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്ത, പ്രവർത്തിച്ച സലഫു സാലിഹ്ങ്ങളിൽ നിന്ന് വന്നതായി കാണാൻ സാധിക്കും. ചില സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, അദ്റക്തു അഖ്വാമൻ ലാ യസീദു ദുഖൂല റമളാന മിൻ അമാലിഹിം ഷൈ. അവർ പറയാണ്, ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, റമളാൻ പ്രവേശിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ അമലുകളിൽ ഒന്നും വർദ്ധിപ്പിക്കാനില്ല. വലാ യൻകുസു ഖുറൂജഹു മിൻ അമലിഹിം ഷൈആ. റമളാൻ കഴിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കുറയോ? അതുമില്ല. എന്താണ് കാരണം? എന്താണ് സഹോദരങ്ങളെ കാരണം? അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാ സമയത്തും ഒരുപോലെ ആയിരുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായിരുന്നു, ഒരു ഒഴിവ് സമയം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇമാം ബുഖാരി റഹിമഹുള്ളാഹുടെ ശൈഖ് ഹമ്മാദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് നാളെയാണ് അദ്ദേഹത്തിന്റെ മരണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാളെയാണ് അദ്ദേഹത്തിന്റെ മരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അമലും വർദ്ധിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. അത്രത്തോളം അമലു സ്വാലിഹാത്തുകളിൽ മുന്നേറുന്നവരായിരുന്നു അവരെന്ന് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബാക്കളാകട്ടെ, പ്രത്യേകിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റ ഇബാദത്തിൽ മുന്നേറിയവരായിരുന്നു, റമദാനിലും അതല്ലാത്ത സമയത്തും. സഹോദരന്മാരെ, ഈ ഒരു വിഷയം കൂടുതൽ ശ്രദ്ധിക്കണം, ഈ ഒരു വിഷയം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. റമദാനിൽ മാത്രമല്ല, അൽഹംദുലില്ലാഹ്, റമദാൻ നമ്മുടെ മക്കളെയും കുടുംബത്തിനെയും എല്ലാം നമ്മൾ ഉണർത്തി നോമ്പ് നോൽപ്പിച്ചു. അതുപോലെ തന്നെ അവർക്ക് അത്താഴത്തിന്റെ സമയം അവർ ഉണർന്ന് ശീലിച്ചു. സഹോദരങ്ങളെ, ഈ സമയം തഹജ്ജുദിന് വേണ്ടി ഉണർത്തണം, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ ഉണർത്തണം. റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിച്ചു, അതുപോലുള്ള മറ്റ് ഇബാദത്തുകളിൽ മുന്നേറി അവർ ഓർമ്മപ്പെടുത്തണം. ആദ്യം നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഅൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു റമദാൻ മാസത്തിൽ അൽഹംദുലില്ലാഹ് നമ്മൾ തറാവീഹ് നിസ്കരിച്ചു, വിത്റാക്കി കൊണ്ടാണ് ഉറങ്ങിയത്. സഹോദരങ്ങളെ, റമദാനിൽ മാത്രമല്ല വിത്ര നിസ്കാരമുള്ളത്. തറാവീഹ് അല്ല, മറ്റു ഖിയാമുൽ ലൈലായിട്ടും തഹജ്ജുദായിട്ടും എല്ലാം ഖുർആനിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ രാത്രിയിൽ നിസ്കാരമില്ലാത്തൊരു ദിവസം ഉണ്ടാകരുത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിനോട് ഒരാളെ കുറിച്ച് ചോദിക്കപ്പെട്ടു, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? രാത്രി രാത്രിയിൽ നിസ്കരിക്കുന്നില്ല, വിത്റാക്കുന്നില്ല. 3 റക്അത്ത് അല്ലെ 5 റക്അത്ത് സാധിക്കുന്ന അത്ര 3 റക്അത്തെങ്കിലും അദ്ദേഹം വിത്റാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്നഹു റജുലുൻ സൂ, അവൻ മോശമായിട്ടുള്ള വ്യക്തിയാണ്. സ്ഥിരമായിക്കൊണ്ട് സഹോദരന്മാരെ, ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ വിത്റില്ലെങ്കിൽ അത് അവനൊരു കുറവാണ്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സ്വഹാബാക്കൾ പല ആളുകളും മണിക്കൂറുകൾ
അല്ല രാത്രിയിൽ മുഴുവനും നിസ്കരിച്ചതായി പല അസറുകളിലും കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഉറങ്ങണം, കുടുംബത്തിനുള്ള ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇബാദത്തുകളിൽ മുന്നേറണം. റമദാൻ മാസത്തിൽ മാത്രമല്ല നമുക്ക് ഇബാദത്തുകൾ ഇല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ അധികരിപ്പിച്ചു. അൽഹംദുലില്ലാഹ് അത് സ്ഥിരമാക്കണം. പലപ്പോഴും നമുക്ക് റമദാനിൽ മാത്രമാണ് ഖുർആൻ ഖത്തം തീർക്കുന്ന വിഷയം അറിയുക. സ്വഹാബാക്കളിൽ നമുക്ക് കാണാൻ സാധിക്കും, അവരിൽ ചിലർ 3 ദിവസം കൊണ്ട് ഖുർആൻ ഖത്തം തീർത്തിരുന്നെന്ന് പല ഹദീസുകളിലും കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ചില ആളുകൾ 7 ദിവസം കൊണ്ട്, റമദാനിലല്ല അല്ലാത്ത ദിവസങ്ങളിൽ ചില ആളുകൾ 7 ദിവസം കൊണ്ട് ഖത്തം തീർത്തിരുന്നു. ചില ആളുകൾ 14, മറ്റു ചില സ്വഹാബാക്കൾ 20 ദിവസം, മറ്റു ചിലർ 1 മാസം കൊണ്ട് ഖുർആൻ ഖത്തം തീർത്തിരുന്നു എന്നുള്ളതാണ്. മറ്റു ചിലർ 40 ദിവസം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്വഹാബിയും പോയിരുന്നില്ല എന്നുള്ളത് നമുക്ക് അസറുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഖുർആൻ ഖത്തം തീർക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായിട്ടും നാം ഖുർആൻ എളുപ്പമാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും ഗുണപാഠങ്ങൾ, അതിൽ നിന്ന് സ്മരണ ഉൾക്കൊള്ളുന്നവരെവിടെ? അതിൽ നിന്ന് സ്മരണ ഉൾക്കൊള്ളുന്നവരുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മസ്ജിദുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹ് അത് വീണ്ടും തുടരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഫായിദകൾ, ഉപകാരങ്ങൾ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അലിഫൽ മസ്ജിദ അലിഫഹുല്ലാഹ്. ആരെങ്കിലും മസ്ജിദുമായിട്ട് ഇണങ്ങിയാൽ അള്ളാഹു അവനുമായിട്ട് ഇണങ്ങും. ആരെങ്കിലും മസ്ജിദുമായിട്ട് ഇണങ്ങിയാൽ അള്ളാഹു അവനുമായിട്ട് ഇണങ്ങും. മസ്ജിദുമായിട്ട് എങ്ങനെ ഇണങ്ങുക? 5 വക്ത് ഫർള് നിസ്കാരത്തിന് മസ്ജിദിൽ ചെല്ലുക, അതിന് മുമ്പ് ചെല്ലുക, കുറച്ച് സമയം മുന്നേ ചെല്ലുക, എന്നിട്ട് റവാത്തിബ് നിസ്കരിക്കുക, അസ്കാറുകൾ ചൊല്ലിയിരിക്കുക. അതുപോലെ നിസ്കാരത്തിന് ശേഷവും അല്പം മസ്ജിദിൽ ഇരിക്കുക. നമുക്ക് അൽഹംദുലില്ലാഹ് അതിന്റെ തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. 8 മസ്ജിദുകളുണ്ട്. മസ്ജിദുകൾ തുറന്നു കിടക്കുകയാണ്. റമദാനിൽ മാത്രമല്ല മസ്ജിദുകൾ തുറന്നു കിടക്കുന്നത് എന്നുള്ളത് കൃത്യമായി കൊണ്ട് നമുക്ക് ഓർമ്മ വേണം. എല്ലാ സമയത്തും അൽഹംദുലില്ലാഹ് മസ്ജിദുകൾ തുറന്നു കിടക്കുകയാണ്. നമുക്ക് വരാം, ഇബാദത്ത് എടുക്കാം, നിസ്കരിക്കാം, അസ്കാറുകൾ ചെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ തൗഫീഖാണ്. അത് ഉപകാരപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നോമ്പ് റമദാൻ മാസത്തിൽ മാത്രമല്ല, സുന്നത്തായിട്ടുള്ള നോമ്പുകൾ റമദാന് ശേഷമുണ്ട്, മറ്റു മാസങ്ങളിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അബി അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നമുക്കറിയാം ശവ്വാൽ മാസത്തിലുള്ള 6 നോമ്പിനെ കുറിച്ചുള്ള ഹദീസ്. അവിടുന്ന് പറഞ്ഞു, അന്നഹു ഹദ്ദസ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വമ റമളാൻ, ആരെങ്കിലും റമളാൻ മാസം നോമ്പെടുത്തു, സുമ്മ അത്ബഅഹു സിത്തൻ മിന ശവ്വാൽ, പിന്നീട് ശവ്വാൽ മാസത്തിൽ 6 നോമ്പുകൾ അതിനെ പിന്തുടർന്നു. അതായത് ശവ്വാൽ മാസത്തിൽ 6 നോമ്പുകൾ നോറ്റു. കാന കസിയാമിദ് ദഹർ, അവൻ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെയാണ്. മൊത്തം എത്ര നോമ്പുണ്ടാവും? 6 നോമ്പും പിന്നെ ഒരു മാസത്തെ നോമ്പും, വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഫദ്ല്, ഔദാര്യം എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശവ്വാലിൽ 6 നോമ്പ് തുടരെ എടുക്കലാണ് അഫ്ളൽ എന്നുള്ള സംശയമല്ല. റമദാൻ, ഇന്നത്തെ ഈദുൽ ഫിത്ർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മുതൽ 6 നോമ്പ് എടുക്കൽ, അതാണ് അഫ്ളൽ. പക്ഷേ ഈ മാസത്തിൽ എപ്പോഴും ആണെങ്കിലും എടുക്കാമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അല്ലാഹു തആല ആലം. ഈ ഒരു വിഷയവും സഹോദരങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബാദത്തുകളിൽ മുന്നേറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സഹോദരന്മാർ മുസ്ലിമീങ്ങൾ പല ഭാഗത്തും യുദ്ധം കാരണവും അതല്ലാത്ത മറ്റു ചില കാരണങ്ങളുമായി പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين المستضعفين في كل مكان، اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها، أنت ولي ومولاها. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا